Good morning, students. We are discussing about the module 2 accounting and control of material cost. As we know, material is the most important element of cost. In several industries, the cost of materials constitute more than 50% of total cost of the product or job. Therefore, control on the cost of material is very essential to meet the objectives of cost control and cost reduction. മുമ്പ് പറഞ്ഞ പോലെ തന്നെ കോസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെൻ്റാണ് മെറ്റീരിയൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഓർഗനൈസേഷനിലെ പ്രോഡക്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് സെൻറ്റർ ആയിക്കോട്ടെ അവിടെ ഉണ്ടാകാവുന്ന കോസ്റ്റിൻ്റെ 50% മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാവുന്ന ചിലവുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെൻറ്റ് തന്നെയാണ് മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ. ദെൻ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ, മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോളിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്സ്, മെറ്റീരിയൽ പ്രൈസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട മെത്തേഡ്സുകളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, മെറ്റീരിയൽ കൺട്രോൾ മീനിങ്. മെറ്റീരിയൽ കൺട്രോൾ ഈസ് ദ പ്രോസസ് ഓഫ് കൺട്രോളിംഗ് cost of material by efficient and proper purchasing, storing and issue of material to the department or cost center in appropriate quantity at the proper time and at the right prices. മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ കൊണ്ട് പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് വളരെ എഫിഷ്യൻ്റായിട്ട് മെറ്റീരിയലിനെ പർച്ചേസ് ചെയ്യുക, അതോടൊപ്പം തന്നെ അതിനെ സ്റ്റോർ ചെയ്യുക. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയലിനെ പ്രോപ്പറായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും റിക്വയർമെൻറ്റ്സിന് ആവശ്യമായിട്ട് നമ്മൾ ലഭ്യമാക്കുകയും ഏറ്റവും ഉചിതമായിട്ടുള്ള സമയത്ത് ഉചിതമായിട്ടുള്ള പ്രൈസിൽ ഉചിതമായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ മെറ്റീരിയലിനെ പ്രോപ്പറായിട്ട് ഇഷ്യൂ ചെയ്യുകയും അതിനെ പ്രൊക്യൂർ ചെയ്യുകയും അതോടൊപ്പം തന്നെ അതിനെ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ മെറ്റീരിയൽ കൺട്രോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. And according to Weldon, material control is a systematic control over the procurement, storage and usage of material so as to maintain even flow of material. വെൽഡൻ്റെ അഭിപ്രായത്തിൽ മെറ്റീരിയൽ കൺട്രോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു മെറ്റീരിയലിനെ പർച്ചേസ് ചെയ്യുക, ആ പർച്ചേസ് ചെയ്ത മെറ്റീരിയലിനെ പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യുക, അതോടൊപ്പം തന്നെ അതിനെ ഉപയോഗിക്കുന്ന തരത്തിൽ വളരെ എഫിഷ്യൻ്റായിട്ട് അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് സാധ്യമാക്കുക എന്നുള്ളതാണ് മെറ്റീരിയൽ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും ഒരു ഓർഗനൈസേഷനിൽ മെറ്റീരിയലിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്നും അതോടൊപ്പം തന്നെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്നൊക്കെ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ക്യാൻ ബി ക്ലിയർലി ട്രേസ്ഡ് ആൻഡ് ഐഡൻറ്റിഫൈഡ് ഇൻ ദി ജോബ്, കോസ്റ്റ് സെൻറ്റർ, കോസ്റ്റ് യൂണിറ്റ് എക്സെട്ര. നമുക്കൊരു ഡയറക്റ്റായിട്ട് ഒരു പർട്ടിക്കുലർ ജോബ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് സെൻറ്റർ ആയിക്കോട്ടെ കോസ്റ്റ് യൂണിറ്റ് ആയിക്കോട്ടെ അതിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്ന എല്ലാ മെറ്റീരിയൽ കോസ്റ്റിനെയും നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ദ കോസ്റ്റ് ഓഫ് ടിമ്പർ യൂസ്ഡ് ഇൻ മാനുഫാക്ചറിങ് എ വുഡൻ ഫർണിച്ചർ. ഓക്കെ, ഒരു ഫർണിച്ചർ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി നമുക്ക് ചിലവായ തടി, ഏറ്റവും പ്രധാനപ്പെട്ട മെറ്റീരിയലാണ് തടി. അപ്പം അത് നമുക്ക് ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. ദെൻ സെക്കൻഡ് കാറ്റഗറി ഈസ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് ആർ ദോസ് മെറ്റീരിയൽസ് വിച്ച് കനോട്ട് ബി ട്രേസ്ഡ് ഓർ ഐഡൻറ്റിഫൈഡ് ടു എ സ്പെസിഫിക് ജോബ്, പ്രോഡക്റ്റ്, പ്രോസസ്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓർ കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. ഓക്കെ, ഒരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ അതിലുണ്ടായിരിക്കുന്ന മെറ്റീരിയൽ കോസ്റ്റിനെ നമുക്ക് ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇൻ വുഡൻ ഫർണിച്ചർ മാനുഫാക്ചറിങ് ദ കോസ്റ്റ് ഓഫ് നെയിൽസ് യൂസ്ഡ് ആൻഡ് ദ കോസ്റ്റ് ഓഫ് പോളിഷ്, ദ കോസ്റ്റ് ഓഫ് ഗം ഈസ് എക്സാമ്പിൾസ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ഇപ്പോൾ ഫർണിച്ചർ മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ നമ്മൾ ആ മാനുഫാക്ചറിങ് കമ്പനിയിൽ ഉപയോഗിച്ചിരിക്കുന്ന നെയിൽസിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പോളിഷ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗം, ഇതൊക്കെ നമുക്ക് നേരത്തെ മുമ്പ് പറഞ്ഞ പോലെ എത്ര തടി ഉപയോഗിച്ച് എന്നത് നമുക്ക് ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതൊക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കോസ്റ്റുകളെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then we are discussing objectives and advantages of material
accounting and control. Number 1, to make available the right type of material of required quality without any interruption. മെറ്റീരിയൽ കൺട്രോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആണ് ഏറ്റവും ഉചിതമായിട്ടുള്ള മെറ്റീരിയൽ ഏറ്റവും ഉചിതമായിട്ടുള്ള ക്വാളിറ്റിയിൽ യാതൊരു തടസ്സവും കൂടാതെ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ദെൻ സെക്കൻഡ് വൺ, ടു മേക്ക് പർച്ചേസ് ഓഫ് മെറ്റീരിയൽ ഓഫ് റിക്വയർഡ് ക്വാളിറ്റി അക്കോർഡിംഗ് ടു ദ സ്റ്റാൻഡേർഡ് ഫിക്സഡ്. നമ്മുടെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിരിക്കുന്ന ആനുപാതികമായിട്ട് ഏറ്റവും ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്സ്. Then third one, to make available and assured supply of material so as to keep the cycle of production going to without the any interruption. നമ്മുടെ പ്രൊഡക്ഷനെ ബാധിക്കാതെ തന്നെ ഏറ്റവും ഉചിതമായിട്ടുള്ള മെറ്റീരിയൽ പ്രോപ്പറായിട്ടുള്ള ടൈമിൽ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യം. ദെൻ ഫോർത്ത് വൺ, ടു എൻഷുർ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് മെറ്റീരിയൽ. ഓക്കെ, നമ്മുടെ മെറ്റീരിയലിൻ്റെ യൂട്ടിലൈസേഷൻ പൂർണ്ണമായിട്ടും ഉറപ്പുവരുത്തുക. ദെൻ ഫിഫ്ത്ത് വൺ, ടു പ്രിവെൻറ്റ് ഓവർ സ്റ്റോക്കിംഗ് ഓഫ് മെറ്റീരിയൽ ആൻഡ് കോൺസിക്വൻസ് ബ്ലോക്കിംഗ് അപ്പ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓവറായിട്ട് നമ്മൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിനെ പൂർണ്ണമായിട്ടും പ്രിവെൻറ്റ് ചെയ്യുന്നു. അതുവഴി നമുക്കറിയാം നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ മെറ്റീരിയലിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നതും നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ സിക്സ്ത് വൺ, ടു പ്രിവെൻറ്റ് ലോസ് ഡ്യൂറിങ് ദി സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽ. ഓക്കെ, മെറ്റീരിയലിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ ഉണ്ടാകാവുന്ന ലോസിനെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ടു പർച്ചേസ് മെറ്റീരിയൽസ് അറ്റ് ഇക്കണോമിക്കലി. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന മെറ്റീരിയലിനെ വളരെ ഇക്കണോമിക്കൽ വേയിൽ നമുക്ക് പ്രൊക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ ബൈ അഡോപ്റ്റിംഗ് ബെറ്റർ മെത്തേഡ് ഓഫ് മെറ്റീരിയൽ ഇഷ്യൂ. ഓക്കെ, മെറ്റീരിയൽ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡിനൊക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് വൺ, ടു മെയിൻറ്റെയിൻ ദി അപ്രോപ്രിയേറ്റ് സ്റ്റോക്ക് റെക്കോർഡ്സ്. മെറ്റീരിയൽ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് പ്രോപ്പറായിട്ടുള്ള റെക്കോർഡ്സുകളൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ലാസ്റ്റ് വൺ, ടു പ്രൊവൈഡ് ദി മാനേജ്മെൻറ്റ് വിത്ത് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദി കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് അവൈലബിലിറ്റി. മാനേജ്മെൻറ്റിന് മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കോസ്റ്റ് അതോടൊപ്പം തന്നെ അതിൻ്റെ ലഭ്യത ഇതുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടും ഒബ്ജക്റ്റീവ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് മെറ്റീരിയൽ അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ. Then the next concept is material cost accounting. Then material cost accounting is the accounting of different materials purchased, stored, issued and utilized for production. ഓക്കെ, മെറ്റീരിയൽ അക്കൗണ്ടിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രധാനമായിട്ടും നമ്മുടെ മെറ്റീരിയൽ പർച്ചേസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പർച്ചേസിങ്, അതിൻ്റെ സ്റ്റോറിങ്, അതോടൊപ്പം തന്നെ ഇഷ്യൂ, അതോടൊപ്പം തന്നെ അതിൻ്റെ ഉപയോഗം, ഇതൊക്കെ വളരെ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്ങിനെയാണ് നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ദ മെയിൻ കൺസെപ്റ്റ് ഈസ് സ്റ്റേജസ് ഓർ സ്റ്റെപ്സ് ഫോർ മെറ്റീരിയൽ കൺട്രോൾ. മെറ്റീരിയൽ കൺട്രോളിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റേജസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ദ സ്റ്റേജസ് ഓർ സ്റ്റെപ്പ് ഫോർ മെറ്റീരിയൽ കൺട്രോൾ, ബേസിക്കലി the 3 steps are involved in material control. First one, purchase control. Then second one, stores control. Third one, pricing of material. Then first one, purchase control. Then purchase control means the controlling the cost of material through the systematic purchase of material so that right quality of materials are made available at right quantity at right time. മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേജസ് ആണ് പർച്ചേസ് കൺട്രോൾ. പർച്ചേസ് കൺട്രോൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ മെറ്റീരിയലിനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പർച്ചേസ് ചെയ്യുക, ഏറ്റവും ഉചിതമായിട്ടുള്ള ക്വാളിറ്റിയിൽ, ഉചിതമായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ, ഉചിതമായിട്ടുള്ള സമയത്ത് മെറ്റീരിയലിനെ പ്രൊക്യൂർ ചെയ്യുക എന്നുള്ളതാണ് പർച്ചേസ് കൺട്രോൾ കൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്. ദെൻ the concept is purchase department. There should be a separate purchasing department and the responsibility for purchasing all type of material should be entrusted to the department. Okay, ഒരു ഓർഗനൈസേഷനിലെ
പർച്ചേസിങ് ഫംഗ്ഷൻ കണ്ടക്ട് ചെയ്യുന്ന റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് നമ്മൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ദ ഹെഡ് ഓഫ് ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് കോൾഡ് പർച്ചേസ് മാനേജർ ഓർ ചീഫ് ബയർ. ഓക്കെ, ഈ പ്രവൃത്തി ചെയ്യുന്ന അതോറിറ്റേറ്റീവ് റെസ്പോൺസിബിൾ പേഴ്സണ് നമുക്ക് പർച്ചേസ് മാനേജർ അല്ലെങ്കിൽ ചീഫ് ബയർ എന്ന് പറയാനായിട്ട് സാധിക്കും. ദെൻ ദ ഫങ്ഷൻസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. ഫസ്റ്റ് വൺ, ടു മേക്ക് ദ കണ്ടിന്യൂസ് അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ ഫോർ അൺഇൻറ്ററപ്റ്റഡ് ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് ഫോർ പ്രൊഡക്ഷൻ. ഒരു ഓർഗനൈസേഷനെ പ്രൊഡക്ഷന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലിനെ വളരെ കണ്ടിന്യൂസ് ആയിട്ട് ലഭ്യമാക്കുക, അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രൊഡക്ഷന് തടസ്സപ്പെടാത്ത വിധം മെറ്റീരിയലിനെ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഒരു ഓർഗനൈസേഷൻ്റെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്. ദെൻ സെക്കൻഡ് വൺ, ടു മേക്ക് ദ പർച്ചേസ് കോമ്പറ്റീറ്റീവ്ലി ആൻഡ് വൈസ്ലി അറ്റ് ദി മോസ്റ്റ് ഇക്കണോമിക് പ്രൈസ്. വളരെ എഫക്റ്റീവായിട്ട് ഇക്കണോമിക്കൽ വേയിൽ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുക. ദെൻ തേർഡ് വൺ, ടു മേക്ക് പർച്ചേസ് ഇൻ റീസണബിൾ ക്വാണ്ടിറ്റി ടു കീപ് ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ് വിത്ത് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ്. ഏറ്റവും ഉചിതമായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ ക്വാളിറ്റി യാതൊരു കോംപ്രമൈസും ഇല്ലാതെ തന്നെ മിനിമം കോസ്റ്റിൽ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യം. ദെൻ ഫോർത്ത് വൺ, ടു ഡെവലപ്പ് ഗുഡ് സപ്ലയർ റിലേഷൻഷിപ്പ് വിച്ച് എൻഷുർ ദി ടേംസ് ഓഫ് സപ്ലൈ ഓഫ് മെറ്റീരിയൽ. സപ്ലൈസുമായിട്ട് പ്രോപ്പറായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, അതോടൊപ്പം തന്നെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സപ്ലൈ ഓഫ് മെറ്റീരിയൽസ് ഉറപ്പുവരുത്തുക. ദെൻ ടു ഡെവലപ്പ് ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് സപ്ലൈ ഓഫ് മെറ്റീരിയൽസ്. ഓക്കെ, നമ്മുടെ സപ്ലൈ ഓഫ് മെറ്റീരിയൽസിന് മറ്റുള്ള ഓൾട്ടർനേറ്റീവ്സ് കൂടെ കൃത്യമായിട്ടും എസ്റ്റാബ്ലിഷ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ, ടു അഡോപ്റ്റ് ദി മോസ്റ്റ് മോഡേൺ മെത്തേഡ്സ് ഓഫ് പർച്ചേസ് ടു എൻഷുർ ദി സ്മൂത്ത് ഡെലിവറി ഓഫ് മെറ്റീരിയൽ. ഓക്കെ, ഓർഗനൈസേഷനിൽ മെറ്റീരിയൽ ഡെലിവറിക്ക് എഫക്റ്റീവായിട്ടുള്ള മെറ്റീരിയൽ ഡെലിവറിക്ക് ആവശ്യമായിട്ടുള്ള മോസ്റ്റ് മോഡേൺ മെത്തേഡ്സ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ദെൻ ലാസ്റ്റ് വൺ, ടു സെർവ്സ് ആസ് ആൻ ഇൻഫർമേഷൻ സെൻറ്റർ ഓൺ ദി മെറ്റീരിയൽസ് നോളജ് റിലേറ്റിംഗ് ടു പ്രൈസ്, സോഴ്സ് ഓഫ് സപ്ലൈ, സ്പെസിഫിക്കേഷൻ, മോഡ് ഓഫ് ഡെലിവറി എക്സെട്ര. ഓക്കെ, നമ്മുടെ ഓർഗനൈസേഷനിലെ ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷൻ സെൻറ്ററായിട്ട് തന്നെ പ്രവർത്തിക്കുക. മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ പ്രൈസ്, മെറ്റീരിയലിൻ്റെ സോഴ്സ് ഓഫ് സപ്ലൈ, അതിൻ്റെ സ്പെസിഫിക്കേഷൻ, മോഡ് ഓഫ് ഡെലിവറി, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഓർഗനൈസേഷനിൽ പ്രൊവൈഡ് ചെയ്യുക. The next topic is that duties of purchase manager. First one, preparation of purchase budget. Okay, ഓർഗനൈസേഷനിലെ പർച്ചേസ് ബഡ്ജറ്റ് തയ്യാറാക്കുക. ദെൻ റിസീവിങ് പർച്ചേസിങ് റിക്വസിഷൻ ആൻഡ് അസർട്ടൈനിങ് ദി മെറ്റീരിയൽസ് ഓഫ് റിക്വയർമെൻറ്റ്സ്. ഓക്കെ, ഒരു മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ ലഭിക്കുന്ന ആവശ്യങ്ങളെ കാണിച്ചുകൊണ്ട് പർച്ചേസ് റിക്വസിഷൻ തയ്യാറാക്കുക, അതോടൊപ്പം തന്നെ അതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഒക്കെ അനലൈസ് ചെയ്യുക. ദെൻ തേർഡ് വൺ, അസർട്ടൈൻ ദി സോഴ്സ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഇൻവൈറ്റിംഗ് ടെൻഡേഴ്സ് ഫ്രം സപ്ലൈസ്. ഓക്കെ, നമുക്ക് എവിടെ നിന്നാണ് മെറ്റീരിയൽ ലഭിക്കുന്നത്, അതിൻ്റെ സോഴ്സ് അനലൈസ് ചെയ്യുക, അതോടൊപ്പം തന്നെ സപ്ലയേഴ്സിനെ ടെൻഡേഴ്സിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുക. ദെൻ സെലക്ടിങ് ദി സപ്ലയേഴ്സ്, നമുക്ക് ലഭിക്കുന്ന ടെൻഡറിൽ നിന്നും ഏറ്റവും ഉചിതമായിട്ടുള്ള സപ്ലയേഴ്സിനെ സെലക്ട് ചെയ്യുക. ദെൻ ഇഷ്യൂയിങ് ദി പർച്ചേസ് ഓർഡർ ടു ദ സപ്ലയർ കൺസേൺഡ്. ഓക്കെ, നമ്മൾ പർച്ചേസ് ഓർഡറൊക്കെ കൺസേൺഡ് സപ്ലയേഴ്സിന് ഇഷ്യൂ ചെയ്ത് കൊടുക്കുക. ദെൻ ടു മേക്ക് ഫോളോ അപ്പ് ഓൺ ദി പർച്ചേസ് ഓർഡർ. ഓക്കെ, പർച്ചേസ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ദെൻ റിസീവിങ് ദി ഗുഡ്സ് റിസീവ്ഡ് നോട്ട് ഓൺ ഗുഡ്സ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്. ഓക്കെ, ഗുഡ്സ് റിസീവ്ഡ് നോട്ട് റിസീവ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഗുഡ്സ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കുക. ദെൻ റിട്ടേണിങ് ദി മെറ്റീരിയൽസ് ടു ദ സപ്ലയേഴ്സ് വിച്ച് ആർ നോട്ട് അക്കോർഡിംഗ് ടു ദ റിക്വയർഡ് സ്പെസിഫിക്കേഷൻ. ഓക്കെ, നമ്മുടെ റിക്വയർമെൻറ്റ്സിന് ആനുപാതികമായിട്ടല്ലാത്ത ഗുഡ്സാണ് ലഭിക്കുന്നതെങ്കിൽ അതിനെയൊക്കെ നമ്മൾ റിട്ടേൺ ചെയ്യുക. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കണ്ടക്ട് ചെയ്യുക. ദെൻ വെരിഫൈങ് ദി ഇൻവോയ്സ് വിത്ത് റിഗാർഡ് ടു ക്വാണ്ടിറ്റി, പ്രൈസ് ആൻഡ് അതർ റിലവൻറ്റ് പർട്ടിക്കുലേഴ്സ് ആൻഡ് പാസ് ഇറ്റ് ഫോർ ദി പേയ്മെൻറ്റ്. ഓക്കെ, നമുക്ക് ലഭിക്കുന്ന മെറ്റീരിയൽ നമ്മുടെ ക്വാണ്ടിറ്റിക്ക് ആനുപാതികമാണോ, അല്ലെങ്കിൽ പ്രൈസിന് ആനുപാതികമാണോ, അല്ലെങ്കിൽ നമ്മുടെ സ്പെസിഫിക്കേഷൻ ആനുപാതികമാണോ എന്നൊക്കെ വിശകലനം ചെയ്തതിന് ശേഷം അതിൻ്റെ പേയ്മെൻറ്റിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ചെയ്യുക.
Then last one, sending the invoice to the accounting section for making payment. ഓക്കെ, ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ബില്ലുകളൊക്കെ പരിശോധിച്ചതിന് ശേഷം അത് കൺസേൺഡ് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള പേയ്മെൻറ്റുകളൊക്കെ ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്താണ് ഒരു പർച്ചേസ് മാനേജറിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ്. Then mainly two types of purchasings are involved in organization: centralized purchasing and decentralized purchasing. Then first one, centralized purchasing. The centralized purchasing means that all the purchases are made by the specialized department organized for specific purpose of purchasing. ഒരു ഓർഗനൈസേഷനിൽ ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് അവർക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ മുഴുവൻ പർച്ചേസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമായിട്ട് നമ്മൾ ഓർഗനൈസേഷനിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പർച്ചേസിങ്ങിനെയാണ് നമ്മൾ സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ്, ഓൺലി വൺ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ദെയർ ആൻഡ് ഓൾ ദി പർച്ചേസ് ആർ മെയ്ഡ് ബൈ ദിസ് ഡിപ്പാർട്ട്മെൻറ്റ്. This department is headed by the purchase manager who is responsible for purchase procedures. ഓർഗനൈസേഷനിലെ ഒരു കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം ചുമതല കൊടുത്തുകൊണ്ട് തന്നെ അതിൻ്റെ എൻറ്റയർ ആയിട്ടുള്ള പർച്ചേസിങ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്ന രീതിയാണ് നമ്മൾ സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. And centralized purchasing has certain benefits like the bulk purchase can be made at a cheaper rate and trade discount. ഓക്കെ, ഒരു ഓർഗനൈസേഷനെ മുഴുവൻ പർച്ചേസ് നമുക്ക് ഒരുമിച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പം വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്കതിനെ പ്രൊക്യൂർ ചെയ്യാം. ദെൻ ദ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ ക്യാൻ ബി മെയിൻറ്റെയിൻ ത്രൂ ദ സ്പെഷ്യലൈസ്ഡ് നോളജ് ഓഫ് പേഴ്സണൽ ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നമ്മൾ അതിൻ്റെ അതോറിറ്റി കൊടുക്കുകയാണെങ്കിൽ വളരെ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ നമുക്ക് വളരെ എഫിഷ്യൻറ്റ് വേയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ റിഡ്യൂസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഡ്യൂ ടു ബൾക്ക് ഓർഡർ. ഓക്കെ, ബൾക്ക് ഓർഡറിലൂടെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന വഴി നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റൊക്കെ റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ആൾ റെക്കോർഡ്സ് ക്യാൻ ബി കെപ്റ്റ് ഇൻ വൺ സെൻട്രൽ പ്ലേസ്. ഓക്കെ, ഏകീകൃതമായിട്ടുള്ള ഒരു പർച്ചേസ് ആയത് കാരണം തന്നെ പർച്ചേസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സുകളും നമുക്ക് പ്രോപ്പറായിട്ട് സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ പ്രധാനപ്പെട്ട ചില അഡ്വാൻറ്റേജസും ഈ സെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങിന് ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. Then second categories of purchasing is that decentralized purchasing. Okay, decentralized purchasing is a system of purchasing where the purchases are made by the respective production department to meet their material requirements. Okay, ഒരു സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് വിഭിന്നമായിട്ട് ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും അതിനോടനുബന്ധിച്ച് അവരുടെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും നിയറസ്റ്റ് ആയിട്ട് നമ്മൾ ഓർഗനൈസേഷനിൽ ഓരോ പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ഡീസെൻട്രലൈസ്ഡ് കൺസെപ്റ്റ് ഓഫ് പർച്ചേസിങ്ങിനെയാണ് നമ്മൾ ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായിട്ട് നിറവേറ്റുന്നതിന് വേണ്ടി അവരുടേതായ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ഓരോ ഓർഗനൈസേഷനിലും എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിനാണ് ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then the materials purchased are stored in separate stores situated in various production centers. ഓരോ പ്രൊഡക്ഷൻ സെൻറ്ററിന് അടുത്ത് തന്നെ ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. Then the decentralized purchase system has following benefits. Number one, the high cost of maintaining a separate purchasing department can be avoided. Okay, ഒരു ഓർഗനൈസേഷനെ മുഴുവനായിട്ടൊരു സെൻട്രലൈസ്ഡ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ വളരെ ഹൈ കോസ്റ്റ് ഉണ്ടാകും. ആ ഒരു പ്രക്രിയയെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഡിലേ ഇൻ ഗെറ്റിംഗ് മെറ്റീരിയൽസ് ഈസ് അവോയ്ഡ്. ഓക്കെ, പലപ്പോഴും ഒരു സെൻട്രലൈസ്ഡ് പർച്ചേസ് സിസ്റ്റം ആണെങ്കിൽ അത് ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തുമ്പോഴേക്ക് ഒരു കാലതാമസം ഒരുക്കാനായിട്ട് സാധിക്കും. ഈ ഡിലേ ഓഫ് ഗെറ്റിംഗ് മെറ്റീരിയൽസ് ഈസ് അവോയ്ഡ്, നമുക്ക് അത് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. Then our stores are located very near the department, so the materials can be drawn easily. Okay, എപ്പോഴും നമ്മുടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോട് അനുബന്ധിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് റിസീവ് ചെയ്യാനും സാധിക്കും. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, ദ റോങ് ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ് ക്യാൻ ബി അവോയ്ഡ്. ഓക്കെ, നമ്മുടെ ക്വാളിറ്റി അല്ല റോങ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ റിസീവ് ചെയ്യുന്നത് പൂർണ്ണമായിട്ട് നമുക്ക്
അവോയ്ഡ് ചെയ്തുകൊണ്ട് തന്നെ മെറ്റീരിയൽ ഇഷ്യൂസിനെ വളരെ പ്രോപ്പറായിട്ട് നമുക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. Then next we are discussing very important concept, that is purchasing procedures or stages of purchase. Okay. ഒരു ഓർഗനൈസേഷനിൽ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയേഴ്സാണ്, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിസ്റ്റമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മെയിൻലി the 5 steps are involved in purchasing procedures. Then first one, initiating a purchase requisition, then inviting tenders and selecting suppliers, then third one, placing the purchase order, then fourth one, receiving and inspecting material, and last one, making payment. Okay. Then first one, initiating purchase requisition. Usually it is the duty of the storekeeper to initiate the purchase requisition. A purchase requisition is a formal request made by the stores department or by the production department to the purchase department to initiating the purchase of certain quantity of particular of material. Okay. നമ്മുടെ ഓർഗനൈസേഷനിലെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് ആയിക്കോട്ടെ, അവർക്കൊരു മെറ്റീരിയൽ ആവശ്യമായിട്ട് വരുമ്പോൾ അവർ നൽകുന്ന ഫോർമൽ റിക്വസ്റ്റുകളെയാണ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന ഫോർമൽ റിക്വസ്റ്റിനെയാണ് നമ്മൾ പർച്ചേസ് റിക്വസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ദ പർച്ചേസ് റിക്വസിഷൻ ഈ ഗിവൺ ബൈ ദി സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ബട്ട് ദി സം കേസസ് പ്രിപ്പയർഡ് ബൈ ദി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. സാധാരണഗതിയിൽ പർച്ചേസ് റിക്വസിഷൻ ഒന്നെങ്കിൽ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റോ ആണ് തയ്യാറാക്കുന്നത്. പ്രത്യേക സാഹചര്യത്തിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റും അത്തരത്തിലുള്ള റിക്വസിഷൻ തയ്യാറാക്കും. ദെൻ ദ പർച്ചേസ് റിക്വസിഷൻ ഈസ് ട്രിപ്ലിക്കേറ്റ് ഫോം. പ്രധാനമായിട്ടും 3 കോപ്പിയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. 1 ഫോർ ദി പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഒരെണ്ണം പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ കൈവശം ഉണ്ടായിരിക്കണം. ദെൻ 1 ഫോർ സ്റ്റോർസ് കീപ്പർ, ഓർഗനൈസേഷൻ സ്റ്റോർ കീപ്പർ നമ്മൾ തയ്യാറാക്കണം. ആൻഡ് അതർ ഫോർ ദ ഡിപ്പാർട്ട്മെൻറ്റ് വിച്ച് പ്രിപ്പേഴ്സ്, മറ്റൊരു കോപ്പി ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ തയ്യാറാക്കുന്നത് അവരുടെ കൈവശവും ഉണ്ടായിരിക്കണം. അപ്പം ഫോർമലായിട്ട് ഒരു മെറ്റീരിയലിൻ്റെ ആവശ്യകതയെ കാണിക്കുന്നതിന് വേണ്ടി ഏത് കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റാണോ മെറ്റീരിയൽ ആവശ്യമായിട്ട് വരുന്നത് അവർ തയ്യാറാക്കി പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്ന ആ റിക്വസ്റ്റിനാണ് നമ്മൾ പർച്ചേസ് റിക്വസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം പർച്ചേസ് പ്രൊസീജിയറിൻ്റെ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഫോർമലായിട്ടുള്ള പർച്ചേസ് റിക്വസിഷൻ ഇനിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജസ്. ദെൻ ദ സെക്കൻഡ് സ്റ്റേജ് ഈസ് ഇൻവൈറ്റിംഗ് ടെൻഡേഴ്സ് ആൻഡ് സെലക്ടിംഗ് സപ്ലൈസ്. ഓക്കെ. Then the purchase department usually maintain a list of suppliers. Then quotations are invited from these suppliers and comparative study is made to select a suppliers. Okay. രണ്ടാമത്തെ സ്റ്റേജ് നമുക്ക് പർച്ചേസ് റിക്വസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്, ടു ഐഡൻറ്റിഫൈ ദി സോഴ്സ് ഓഫ് മെറ്റീരിയൽ, നമ്മൾക്ക് എവിടെ നിന്നാണ് ആ മെറ്റീരിയൽ ലഭ്യമാകേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ അനലൈസ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചോളം അവർ സപ്ലയേഴ്സിൻ്റെ, നമുക്ക് ഈ മെറ്റീരിയൽ തരാൻ ആവശ്യമായിട്ടുള്ള സപ്ലയേഴ്സിൻ്റെ ലിസ്റ്റ് നമ്മൾ കൃത്യമായിട്ടും തയ്യാറാക്കുക. അതിനോടൊപ്പം തന്നെ ആ ലിസ്റ്റ് ഓഫ് സപ്ലയേഴ്സിൽ നിന്ന് അവർക്ക് നമ്മൾ കൊട്ടേഷൻസ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുക. ദെൻ ടു അനലൈസിങ് ദി കമ്പാരിറ്റീവ് സ്റ്റഡീസ് മെയ്ഡ് ടു സിലക്ട് എ സപ്ലൈസ്. എന്താണ് ഇങ്ങനെ ലഭിക്കുന്ന കൊട്ടേഷനിൽ നിന്നും ഏറ്റവും ഉചിതമായിട്ടുള്ള സപ്ലൈസിനെ സിലക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ഘട്ടം. ദെൻ എ റാഷണബിൾ സെലക്ഷൻ ഈസ് മെയ്ഡ് ആഫ്റ്റർ കൺസിഡറിങ് ദി വേരിയസ് കേപ്പബിലിറ്റീസ് ഓഫ് സപ്ലൈസ്. Ultimately, the statement of quotation is prepared giving particulars such as name and address of suppliers, the price, their capacity to supply, and the terms and condition relating to the mode of payment and the mode of delivery, etc. ഇവിടെ നമ്മൾ കൃത്യമായിട്ടും ഒരു സപ്ലയേഴ്സിൻ്റെ കോമ്പറ്റീറ്റീവ്നെസ് നമ്മൾ അനലൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കൊട്ടേഷൻസ് നമ്മൾ തയ്യാറാക്കിയിരിക്കണം. ഓക്കെ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കൊട്ടേഷൻ മെയിൻലി സ്പെസിഫൈ ദ നെയിം ആൻഡ് അഡ്രസ് ഓഫ് സപ്ലൈസ്, സപ്ലയേഴ്സിൻ്റെ പേര്, അവരുടെ അഡ്രസ്സ്, ദെൻ ദ മെറ്റീരിയലിൻ്റെ പ്രൈസ്, ദെൻ കപ്പാസിറ്റി ടു സപ്ലൈ, ടേംസ് ആൻഡ് കണ്ടീഷൻ, സപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ദെൻ മോഡ് ഓഫ് പേയ്മെൻറ്റ്, ഏത് രീതിയിലാണ് പേ ചെയ്യേണ്ടത്, ദെൻ മോഡ് ഓഫ് ഡെലിവറി, ഇതൊക്കെ ആ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കൊട്ടേഷൻ അത് കൃത്യമായിട്ടും സ്പെസിഫൈ ചെയ്തിരിക്കണം. ഓക്കെ. അപ്പം രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻവൈറ്റിംഗ് ടെൻഡേഴ്സ് ആൻഡ് സെലക്ടിങ് സപ്ലൈസ്. നമ്മൾ ടെൻഡർ ഇൻവൈറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ സപ്ലയേഴ്സിനെ സിലക്ട് ചെയ്യുക. ദെൻ the third one is placing the purchase order.
Then purchase order is a formal order then prepared and sent by the purchasing department to the supplier as per the specification is fixed. Okay, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് സപ്ലയേഴ്സിന് മെറ്റീരിയലിൻ്റെ സ്പെസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് കാണിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ കണ്ടീഷൻസും ഇൻവോൾവ് ചെയ്തുകൊണ്ട് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സപ്ലയേഴ്സിന് ഇഷ്യൂ ചെയ്യുന്ന ഫോർമൽ ഓർഡറിനെയാണ് നമ്മൾ പർച്ചേസ് ഓർഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ റിട്ടൺ ഓതറൈസേഷൻ ടു ദ സപ്ലൈ ഓഫ് മെറ്റീരിയൽ. ഓക്കെ, സപ്ലയേഴ്സിന് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഒരു ഓതറൈസേഷൻ ലെറ്ററായിട്ട് നമുക്ക് ഈ പർച്ചേസിംഗ് ഓർഡറിനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഇറ്റ് ആക്ട് ആസ് ആൻ എവിഡൻസ് ഓഫ് ദി കോൺട്രാക്ട് ബിറ്റ്വീൻ ബയർ ആൻഡ് സപ്ലയർ വിത്ത് ലീഗലി ബൈൻഡ് ബോത്ത് ദ പാർട്ടീസ് ടു അഡ്ഹിയർ ടു ടേംസ് ആൻഡ് കണ്ടീഷൻ. ഒരു ബയറും സെല്ലറും തമ്മിലുള്ള ഒരു ലീഗലി വാലിഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പർച്ചേസ് ഓർഡറിനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണഗതിയിൽ ദ 5 കോപ്പീസ് ഓഫ് പർച്ചേസ് ഓർഡേഴ്സ് ആർ പ്രിപ്പയർഡ്. പ്രധാനമായിട്ടും 5 കോപ്പി നമ്മൾ തയ്യാറാക്കിയിരിക്കണം. ദെൻ 1 കോപ്പി ഈസ് സെൻഡ് ടു സപ്ലയേഴ്സ്. ഒരു കോപ്പി നമ്മൾ സപ്ലയറിന് സെൻഡ് ചെയ്തിരിക്കണം. ദെൻ സെക്കൻഡ് വൺ ഈസ് സെൻഡ് ടു ദ റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. രണ്ടാമത്തെ നമ്മൾ കോപ്പി ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ മെറ്റീരിയൽ റിസീവ് ചെയ്യുന്നത് അവർക്ക് ഇഷ്യൂ ചെയ്യുക. ദെൻ തേർഡ് വൺ ഈസ് സെൻഡ് ടു ദ പേഴ്സൺ ഹൂ ഇനിഷ്യേറ്റിംഗ് ദി പർച്ചേസ് റിക്വസിഷൻ. മൂന്നാമത്തെ കോപ്പി ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ പർച്ചേസ് റിക്വസിഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അവർക്ക് നമ്മൾ അയച്ചു കൊടുക്കുക. പിന്നെ ഫോർത്ത് വൺ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, നാലാമത്തെ കോപ്പി നമ്മൾ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇഷ്യൂ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് വൺ കെപ്റ്റ് ടു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ലാസ്റ്റ് കോപ്പി പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കുക. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഫോർമലായിട്ട് അയക്കുന്ന ലെറ്ററുകളെയാണ് നമ്മൾ പർച്ചേസ് ഓർഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then the fourth stage is receiving and inspecting material. There will be a separate receipts and inspection department for receiving and inspecting material. Once the goods are received, the inspection is made and goods receiving clerk enter all the details in the goods received note. Okay, ഓർഗനൈസേഷനിൽ മെറ്റീരിയൽ റിസീവ് ചെയ്യാൻ വേണ്ടി സാധാരണ ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. അവർക്കാണ് ഒരു മെറ്റീരിയലിൻ്റെ റിസീവിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആ കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റാണ് കണ്ടക്ട് ചെയ്യേണ്ടത്. അപ്പം ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു മെറ്റീരിയൽ നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷനും വെരിഫൈ ചെയ്ത് നമ്മളൊരു ഡോക്യുമെൻറ്റിൽ രേഖപ്പെടുത്തും. അതിന് പറയുന്ന പേരാണ് ഗുഡ്സ് റിസീവ് നോട്ട്. യൂഷ്വലി ദ ഗുഡ്സ് റിസീവ് നോട്ട് ഈസ് പ്രിപ്പയർഡ് ഇൻ 5 കോപ്പീസ്. ഓക്കെ, അത്തരത്തിലൊരു മെറ്റീരിയൽ റിസീവ് ചെയ്യുന്ന സമയത്ത് അതിന് നമ്മൾ ഡീറ്റെയിൽസ് ചെയ്യുന്ന ആ ഡോക്യുമെൻറ്റിലാണ് ഗുഡ്സ് റിസീവ് നോട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും 5 കോപ്പി നമ്മൾ തയ്യാറാക്കും. 1 കോപ്പി ഈസ് കെപ്റ്റ് ബൈ റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു കോപ്പി നമ്മൾ റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ സൂക്ഷിക്കും. ദെൻ 1 കോപ്പി സെൻഡ് ടു ദ സ്റ്റോർ കീപ്പർ. ഒരെണ്ണം സ്റ്റോർ കീപ്പർ നമ്മൾ ഇഷ്യൂ ചെയ്യും. പിന്നെ അനദർ കോപ്പി സെൻഡ് ടു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. മറ്റൊരെണ്ണം പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്യൂ ചെയ്യും. അനദർ കോപ്പി സെൻഡ് ടു അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ്. മറ്റൊരു കോപ്പി അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മൾ ഇഷ്യൂ ചെയ്യും. 1 കോപ്പി ഈസ് മെയ്ഡ് അവൈലബിൾ ടു ദ മെറ്റീരിയൽ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ദെൻ ഒരു കോപ്പി മെറ്റീരിയൽ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മൾ ഇഷ്യൂ ചെയ്യും. ഇത്തരത്തിൽ ഒരു ഓർഗനൈസേഷനിലേക്ക് മെറ്റീരിയൽ വരുമ്പോൾ അതിനെ സിസ്റ്റമാറ്റിക്കായിട്ട് റിസീവ് ചെയ്യുകയും അതുകൊണ്ട് കൃത്യമായിട്ടും ഇൻസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ 4ാമത്തെ ഘട്ടം. ദെൻ ദ ഫൈനൽ സ്റ്റേജസ് ഓഫ് പർച്ചേസിംഗ് പ്രൊസീജിയർ ഈസ് ദാറ്റ് മേക്കിംഗ് പേയ്മെൻറ്റ്. ഓക്കെ, then before making payment the relevant invoices are checked by the accounting section to confirm the authenticity as well as the arithmetical accuracy. Okay, പേയ്മെൻറ്റ് മുമ്പ് തന്നെ ബന്ധപ്പെട്ട മെറ്റീരിയൽ പ്രൊക്യൂറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ബില്ലുകളും ഇൻവോയ്സുകളും അക്കൗണ്ടിങ് സെക്ഷൻസ് കൃത്യമായിട്ടും അതിൻ്റെ ഒരു അരിത്തമെറ്റിക്കൽ അക്യുറസിയും അതിൻ്റെ ഒരു ഒതൻറ്റിസിറ്റിയും കൃത്യമായിട്ടും വെരിഫൈ ചെയ്യും. ദെൻ ദ ക്വാണ്ടിറ്റി ആൻഡ് പ്രൈസ് മെൻഷൻ ദി ഇൻവോയ്സ് ആർ ചെക്കഡ്. ഓക്കെ, നമ്മുടെ ബില്ലിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ക്വാണ്ടിറ്റിയും അത് കോട്ട് ചെയ്യുന്ന പ്രൈസും നമ്മൾ ഒത്തുനോക്കും. ദെൻ ആഫ്റ്റർ ഹാവിങ് വെരിഫൈഡ് ദി ഇൻവോയ്സ് ദ സ്റ്റോർസ് അക്കൗണ്ടിങ് section pass the bill for payment and finally the cashier makes the payment. ഓക്കെ, ഒരു ഓർഗനൈസേഷനിലെ സ്റ്റോർസ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ രേഖകളെല്ലാം പരിശോധിച്ചതിന് ശേഷം അവർ ബില്ല് പാസ് ചെയ്യും. ദെൻ അതിനുശേഷം ഒഫീഷ്യലായിട്ട് കാഷ്യറിലേക്ക് ഇതിൻ്റെ പേയ്മെൻറ്റിന് വേണ്ടി നമ്മൾ ആ ബില്ല് ഹാൻഡ് ഓവർ ചെയ്യും.
ഓക്കെ, ഇതാണ് ഒരു ഓർഗനൈസേഷനിലെ പ്രധാനപ്പെട്ട സ്റ്റേജസ് ഓർ പർച്ചേസിങ് പ്രൊസീജിയേഴ്സ്. ഒരു മെറ്റീരിയൽ പർച്ചേസിങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പർച്ചേസ് പ്രൊസീജിയറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു സെക്കൻഡ് മൊഡ്യൂളിൻ്റെ പാർട്ട് 1 ഡിസ്കസ് ചെയ്ത് മെറ്റീരിയൽ കൺട്രോൾ എന്താണ്, അതോടൊപ്പം തന്നെ മെറ്റീരിയൽ കൺട്രോളിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ഓർ അഡ്വാൻറ്റേജസ്, ദെൻ മെറ്റീരിയൽ കോസ്റ്റ് അക്കൗണ്ടിങ്, ദെൻ സ്റ്റേജസ് ഓർ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ മെറ്റീരിയൽ കൺട്രോൾ, പ്രധാനമായിട്ടും പർച്ചേസ് കൺട്രോൾ, സ്റ്റോഴ്സ് കൺട്രോൾ, പ്രൈസിങ് ഓഫ് മെറ്റീരിയൽ. അതിൽ ഫസ്റ്റ് സ്റ്റേജസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പർച്ചേസ് കൺട്രോൾ, എന്താണ് പർച്ചേസ് കൺട്രോൾ, ദെൻ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, ദെൻ ഓർഗനൈസേഷനിലെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്, ഒബ്ജക്റ്റീവ്സ്, ദെൻ ദ ഡ്യൂട്ടീസ് ഓഫ് പർച്ചേസ് മാനേജർ, then centralized purchasing and decentralized purchasing and its advantages, then last one the stages of purchase or purchasing procedure. ഓക്കെ, അപ്പോൾ ഈ കൺസെപ്റ്റുകളൊക്കെ നമ്മൾ കൃത്യമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പം സെക്കൻഡ് മൊഡ്യൂളിൻ്റെ പാർട്ട് 1 നമ്മൾ ഇവിടെ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ടത് നോക്കുക. Okay, thank you.